വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഓരോ ഗിഫ്റ്റായിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ. അതെ, ഫസ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. കുളിക്കൂല എന്തൊക്കെ എഴുതി വെക്കണല്ല. എന്താ ജംസോ ജമ്മല്ലേ എന്താ ഹാങ് ചെയ്യുന്ന മാലയുണ്ട്. അത് മാല വേണോ? മാല. ഇപ്പൊ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാ ഒരു കുഞ്ഞൊരു ടൈം പീസും, പിന്നെ എനിക്ക് ഒരു നല്ലൊരു മാല. ലോക്കറ്റ് നല്ല ഭംഗിയുണ്ട്. ഒറ്റ സ്റ്റോൺ വെച്ച ഒരു മാല കേട്ടോ. ലോക്കറ്റ് വെച്ചൊരു മാല. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഫോട്ടോല്ലേ. ഓക്കെ, അപ്പൊ അടുത്തത് ഓപ്പൺ ചെയ്യാം കേട്ടോ. എന്തായിരിക്കും? ഐ തിങ്ക് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം വല്ലതുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഡെക്കറേറ്റീവ് ഐറ്റം എന്തെങ്കിലായിരിക്കുന്നു. നമുക്ക് അതിന്റെ ആ പാക്കിങ് കണ്ടാ മനസ്സിലാവും. നല്ല ഭംഗിയില്ലേ? സൂപ്പർ. ഐഫോൺ ഒരു ഗിഫ്റ്റുകൾ കണ്ടല്ലോ, ഐഫോണേ. നീ എന്റെ ഇത് തന്നാള് സർപ്രൈസ് ആയിട്ട് വേറൊരു ഐഫോൺ തന്നോ എന്നുള്ളത് അറിയില്ല. ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സാധനം ആദ്യമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോ അല്ലേ ഭയങ്കരമായിട്ട് ഇത് നിർബന്ധം ചെയ്ത് വെക്കാന്. എന്നിട്ട് ഇത് എത്ര ഇതിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് വെക്കുന്നു. അതേപോലെ നെയിം സ്ലിപ്പ് ഉണ്ടാവില്ലേ ഗിഫ്റ്റ് കൊടുക്കുമ്പോ നമ്മളെ വേറെ ഏതും ചെയ്യും. ഈ ഒരു സാധനം ഫസ്റ്റ് ചെയ്യും. ആൻഡ് ദെൻ മൈ ഫേവറേറ്റ് മിഠായി ഗൈസ്, കിറ്റ്കാറ്റ്. പിന്നെ മിൽക്കി ബാർ ഉണ്ട്. പിന്നെ എനിക്കൊരു ചെറിയ കമ്മലുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് റോസാപ്പൂക്കൾ, ഇതിൽ കുഞ്ഞു റോസാപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ മാത്രം പരിഗണിച്ചിട്ടുള്ളൂ. ഇതടിപൊളി. പക്ഷെ ഇത് കുറച്ച് വലുതാക്കിയത് നല്ല ഭംഗിയുണ്ടല്ലേ. ഹാങ് ചെയ്തതാ. നെക്സ്റ്റ് ഇതാണ്, ഇതൊരു ഫോട്ടോ ഫ്രെയിം ആണ്. ഫോട്ടോ ഫ്രെയിം ഇപ്പൊ നമ്മൾ എവിടെ വെക്കുന്നു വിചാരിച്ച് നിൽക്കുന്ന സാധനമാണ്. പിന്നെ ഇതാക്കാം എന്റെ ഫേവറേറ്റ് ഫോട്ടോ ആണിത്. പക്ഷെ സേവ് ദ ഡേറ്റിൽ ഇറങ്ങാത്തൊരു ഫോട്ടോയുമാണ്. ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്റെ കയ്യിലെത്താത്ത ഫോട്ടോ ആണ് കേട്ടോ അത്. പക്ഷെ എന്റെ ഫേവറേറ്റ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലുള്ള ഫ്രെയിംസ് കിട്ടിയില്ലല്ലോ. ഇല്ല, ഇതിലുള്ള ഫ്രെയിംസ് ഒന്നും കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫോട്ടോ തന്നെ ഞാൻ കാണുന്നത്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഇതാരേ ആരെ തന്നെന്നൊന്നും അറിയില്ല കേട്ടോ. പേരില്ല തോന്നുന്നുണ്ട്, പേരില്ല. പക്ഷെ എന്റെ ഫേവറേറ്റ് ആണ്.
ഇത് സൗണ്ട് ഭയങ്കരമായിട്ട് അടഞ്ഞിട്ടുണ്ടല്ലേ. ജലദോഷം കുടിച്ചിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഭംഗിയുണ്ടല്ലേ. ഇത് ഭംഗിയുണ്ട്. ഇനി ഞാൻ മറ്റേ പരസ്യത്തിൽ പറഞ്ഞ പോലെ തഴുകി ഉണർത്തുന്ന അലാറം വേണം പറയില്ലേ, ആ സാധനങ്ങളോ. സൂപ്പർ. എന്തിനു പറയണ്ടേ, എനിക്ക് പറയാറുണ്ട്. നെക്സ്റ്റ് അഗൈൻ ഒരു ഫോട്ടോ ഫ്രെയിം. പെട്ടെന്ന് ഓപ്പൺ ചെയ്യട്ടെ നമുക്ക്. ഫോട്ടോ ഫ്രെയിം ഇതും കിട്ടിയിട്ടില്ലല്ലോ. ഈ ഫോട്ടോയും കല്യാണത്തിന് കിട്ടിയില്ല കേട്ടോ. ഇത് നല്ലൊരു ഫോട്ടോ ആണ്. കുറെ ചീത്തൊക്കെ പറഞ്ഞ് കിട്ടിയൊരു ഫോട്ടോ ആണ് കേട്ടോ. ക്യാമറാമാൻ്റെ കുറെ ചീത്തൊക്കെ ഉണ്ട് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അറിയില്ല. ക്ലോക്ക്. നല്ലൊരു ക്ലോക്ക്. ആ ശരിയാ, നങ്കൂരട്ടതാണ്. സൂപ്പർ. വീണ്ടും ഞാനൊരു ഫ്രെയിം തന്നെയാണ് ഗൈസ് ഓപ്പൺ ചെയ്യാൻ പോണേ. പക്ഷേ വലുതാണ്. പേരുണ്ടോ? ഒന്ന് നല്ലപോലെ പൊളിച്ചീന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കീറി പൊളിക്കാത്തത് കേട്ടോ. എനിക്ക് രക്ഷടിച്ചങ്ങ് വലിച്ചാൽ പോകുന്ന സാധനമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ എവിടെ നോക്കുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇഷ്ടായോ? കളർ ഇഷ്ടപ്പെട്ടോ? കളർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടില്ലാതെ വേറെ മാർഗമില്ല. ഇഷ്ടപ്പെടുക. ഇത് പൊന്നുണ്ടി സെലക്ഷൻ. യെസ്. അപ്പൊ പൊന്നിനെത്തോ? അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് തന്ന ഗിഫ്റ്റ്. അപ്പോൾ എന്താ വെച്ചാൽ ഐഫോണാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടിയൊരു സാധനമാണ് കേട്ടോ. ഞങ്ങൾ പരസ്പരം പറയാറുണ്ട് വാങ്ങണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഇങ്ങനെ തരും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും, അപ്പോൾ ഒരു ഡ്രസ്സാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. ഫോണായിരിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേർന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ കെട്ടിക്കൊടുക്കൂ. പാദസരം നാളെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കലേ. വെള്ളിപ്പാദസരം ഓൾറെഡി കാൽമുണ്ട്. ഗോൾഡ് നമുക്കൊന്ന് നോക്കാം. ഈ ചീഞ്ഞ കാര്യങ്ങൾക്ക് ഈ പാദസരം എങ്ങനെയുണ്ട്? പുളിയല്ലേ? അമ്മന്റെ ഗിഫ്റ്റ്. ഇതൊരു ഡെക്കറേറ്റീവ് സാധനം തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു പാക്കിങ്ങിന്റെ ഒരു കിടക്കുവാശം വെച്ച്. യെസ് ഗൈസ്, കൊള്ളാം കൊള്ളാം. ക്ലിക്കുണ്ടോ?
നമുക്ക് വേഗം വേഗം ഉണ്ടാക്കാം. ഡ്രസ് താങ്കൾക്കുള്ളതാണ്, താങ്കൾ എടുക്കൂ. ഞാൻ ആ ഷർട്ടിന് ഒരു ഷോർട്സ് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ വാങ്ങില്ല. ഇത് അതിന്റെ കൂടെ ഇട്ടോളൂ, ഇട്ടോളൂ. നെക്സ്റ്റ് ഇത് എനിക്ക് അയ്യോ ഇങ്ങനെയാണല്ലോ, മുന്നും ബാക്കില്ല, കഴുത്തിന്റെ മാറ്റം മാത്രമേ ഉള്ളൂ. ചെമ്മരിയാടല്ലേ? ചെമ്മരിയാടിന്റെ ഫോട്ടോസ് ഉള്ള ഒരു പലാസ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പക്ഷെ ഇത് ഞാൻ എടുക്കും അല്ലേ? ഇത് ഞാൻ എടുക്കും. ഇതൊക്കെയാ ഇപ്പൊ ലൂസ് അല്ലേ ട്രെൻഡ്? രണ്ട് ടോപ്പുകൾ, ഒരു ടോപ്പും ഷർട്ടും. ഇത് ഞാനിട്ടു. ഓക്കെ, അപ്പൊ കഴിഞ്ഞില്ലേ? പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റുകളുണ്ടല്ലോ, കിട്ടിയ ഗിഫ്റ്റാണ്. ഗിഫ്റ്റിലാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഇക്ക് ഗിഫ്റ്റ് ഇക്ക് കിട്ടിയ ഗിഫ്റ്റ് പേരുണ്ട്, ഇക്കനല്ലേ ആന്ന് പറഞ്ഞാളേ. പിന്നെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ, അത് അന്ന് നമ്മൾ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു പെർഫ്യൂമാണ്. നമ്മുടെ യൂസുഫ് ഭായ് ഉണ്ടല്ലോ, നമ്മുടെ വെറൈറ്റി സ്മെൽസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലൊക്കെ പെർഫ്യൂംസ് ഉണ്ടാക്കി തരുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ ഒരു പെർഫ്യൂമാണ്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഗിഫ്റ്റും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഗിഫ്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ സമയം 12 മണിയായി. ഇനി നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.